ഇതുവരെ യു എയിൽ നിന്ന് വെക്കേഷൻ സമയത്ത് നാട്ടിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ വെക്കേഷൻ കിട്ടുന്ന സമയത്താണ് തിരിച്ച് യു എയിലേക്ക് പോകുന്നത്. 3 മാസമായിട്ടുണ്ടായിരുന്നു നമ്മൾ യു എയിൽ നിന്ന് വന്നിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഓണം വെക്കേഷൻ വരുന്നത്. ആ 14 ദിവസം നമ്മൾ യു എയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ടൊമാറ്റോ ചട്നിയും സാമ്പാറും. ലഞ്ചിന് കുറച്ച് ഹമൂർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ചധികം തന്നെ മല്ലിയില, കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല, ലെമൺ ജ്യൂസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫിഷിൽ മസാല പുരട്ടി വെച്ചു. ഒരു 5 മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ചു. എന്നിട്ടാണ് നമ്മളെടുത്ത് ഗ്രില്ല് ചെയ്തെടുത്തത്. ഇതിൽ 2 എണ്ണം നമ്മൾ ഫ്രൈ പാനിനകത്തും 2 എണ്ണം ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു മസാലയിൽ ട്രൈ ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ ഒരു ലഞ്ചിനിടയിലും പിന്നെ അതുപോലെ തന്നെ ഈ വൈകുന്നേരത്തിനിടയിലായിട്ട് നമ്മൾ കൊണ്ടുപോകാനുള്ള കുറച്ച് ബീഫും പിന്നെ കുറച്ച് കൽത്തപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലാണ് നമ്മളുടെ ഫ്ലൈറ്റ്, അതായത് വെളുപ്പിനാകുമ്പോഴാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി കോയമ്പത്തൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എയർപോർട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറച്ചധികം വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഫ്ലൈറ്റിൽ കയറി. നമ്മളിവിടെ നിന്ന് നേരെ ഷാർജ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗിലാണ് നമ്മളവിടെ ലാൻഡ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ പ്ലാനിട്ട് പോവുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആരെടുത്തും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അവിടെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് കയറി ചെന്ന സമയത്ത്. അതൊക്കെ നല്ല നല്ല കുറേ മുഹൂർത്തങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. നമ്മൾ അവിടെയുള്ള ഓണം വെക്കേഷൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം.